പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധത്തിൽ വെടിനിർത്തലെന്ന് ട്രംപും വെടിനിർത്തൽ ഇല്ല എന്ന ഇറാനും ഇസ്രായേലും പറയുകയാണ്. ഇസ്രായേൽ ഇറാനിലേക്കും ഇറാൻ ഇസ്രായേലിലേക്കും അമേരിക്കയുടെ സൗഹൃദ രാജ്യങ്ങളായ ഗൾഫ് രാജ്യങ്ങളെയും ആക്രമിക്കുന്നത് കടുപ്പിച്ചിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറയുന്ന ഇറാൻ ഏതാക്രമണത്തെയും പ്രതിരോധിക്കാനുള്ള തയ്യാറെടുപ്പിലുമാണ്. അമേരിക്കയുടെ വിഖ്യാതമായ സംഭ്രമിക്കുക, ആക്രമിക്കുക എന്ന യുദ്ധതന്ത്രം ഇറാനിൽ ചിലവാകുന്നില്ല എന്ന് സാരം. ട്രംപിനോടുള്ള ഇറാന്റെ അവിശ്വാസത്തിന്റെ കാരണങ്ങൾ വസ്തുതാനിഷ്ഠമാണ്. ചർച്ചകൾ നടക്കവെയാണ് കഴിഞ്ഞ വർഷം ഇറാനെ ഇസ്രായേലും അമേരിക്കയും ആക്രമിച്ചത്. ഈ വർഷം ഫെബ്രുവരി 28-ന് ഇറാന് നേരെ ആക്രമണം ഉണ്ടായി. 4ാം വട്ട ചർച്ചയ്ക്ക് ഇറാൻ തയ്യാറെടുക്കുമ്പോഴാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള താൽക്കാലിക വെടിനിർത്തലും കൂടുതൽ ആക്രമണങ്ങൾക്കുള്ള കോപ്പുകൂട്ടലിനുമുള്ള സമയം അമേരിക്ക കണ്ടെത്തുന്നതാണ് എന്ന് ഇറാൻ വിശ്വസിക്കുന്നു. അതിൽ കഴമ്പുണ്ട് താനും. ഇറാനിൽ ആഴ്ചകൾ നീളുന്ന കരസേനാ നീക്കത്തിന് അമേരിക്ക ഒരുങ്ങുന്നതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതിനിടെയാണ് കൂടുതൽ സൈനികരെ ഇറാൻ മേഖലയിലേക്ക് എത്തിക്കുന്നത്. വേഗത്തിലാക്കിയ അമേരിക്കയുടെ നടപടിയും ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കേണ്ട എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന നടപടിയാണ് ഇറാൻ കഴിഞ്ഞ ദിവസം നടത്തിയത്. അമേരിക്കയുടെ ഒരു വിമാനം കൂടി തകർത്തു എന്ന് ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. അമേരിക്കയുടെ ഡ്രോണും വിമാനവും വെടിവെച്ചിട്ടതായും ഇസ്രായേലിലെ റഡാർ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടതായും ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സ് പറയുന്നു. ഇതിന്റെ ദൃശ്യങ്ങളും ഇവർ പുറത്തുവിട്ടിട്ടുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ അമേരിക്ക ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. നേരത്തെയും അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളെ വെടിവെച്ചിട്ടു എന്ന് ഇറാൻ അവകാശവാദം ഉന്നയിച്ചിരുന്നു. അന്നും അമേരിക്ക അത് അംഗീകരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇതിനിടെ പശ്ചിമേഷ്യയിൽ ഭീഷണി നേരിടുന്ന സ്ഥലങ്ങളിൽ യുദ്ധം 1 മാസം പിന്നിട്ട വേളയിൽ യുദ്ധമുഖത്തേക്ക് നേരിട്ട രംഗപ്രവേശനം നടത്തിയിരിക്കുകയാണ് ഇറാന്റെ ഏറ്റവും വലിയ സഖ്യകക്ഷികളായ യമനിലെ ഹൂത്തികൾ. നിരവധി മിസൈലുകൾ ഇസ്രായേലിനെ ലക്ഷ്യം വെച്ച് വിക്ഷേപിച്ചതായി ഹൂത്തികൾ അവകാശപ്പെട്ടു. ഇറാനിയൻ അധിനിവേശ നടപടികൾ യുഎസും ഇസ്രായേലും അവസാനിപ്പിക്കുന്നതുവരെ തങ്ങളുടെ ആക്രമണം തുടരുമെന്നാണ് ഹൂത്തികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹൂത്തികൾ കൂടി യുദ്ധത്തിൽ പങ്കാളിയായതോടെ ഈ മേഖലയിൽ സംഘർഷം കൂടുതൽ വ്യാപിക്കുമെന്നും ഉറപ്പായി. അതേസമയം US നാവികസേനയുടെ ആധുനിക ആംഫിയൻസ് ആക്രമണ കപ്പലായ USS ട്രിപ്പോളി പശ്ചിമേഷ്യയിൽ എത്തിച്ചേർന്നു. ഒരു ഭാഗത്ത് പെന്റഗൺ ഇറാനിൽ കരയാക്രമണത്തിന് തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനിടെയാണ് കരയിലും കടലിലും സൈനിക നീക്കങ്ങൾക്ക് പിന്തുണ നൽകാനായി രൂപകൽപ്പന ചെയ്ത USS ട്രിപ്പോളി ഈ മേഖലയിലേക്ക് എത്തിച്ചേർന്നത് എന്നതും ശ്രദ്ധേയമാണ്. ജപ്പാനിലായിരുന്ന ഈ കപ്പൽ 2 ആഴ്ച മുമ്പാണ് പ്രത്യേക നിർദ്ദേശത്തെ തുടർന്ന് ഇറാൻ ദൗത്യത്തിന്റെ ഭാഗമാകാനായി പശ്ചിമേഷ്യയിലേക്ക് തിരിച്ചത്. സേനാംഗങ്ങൾക്ക് പുറമെ F-35 സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകൾ ഉൾപ്പെടെയുള്ള യുദ്ധോപകരണങ്ങളും ഈ കപ്പലിൽ എത്തിച്ചിട്ടുണ്ട്. ഇറാനിൽ ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന കര സൈനിക നീക്കങ്ങൾക്കൊരുങ്ങുകയാണ് എന്ന് പെന്റഗൺ അറിയിച്ചു. എന്നിരുന്നാലും കരയാക്രമണങ്ങൾക്ക് സൈനികരെ വിന്യസിക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അനുമതി നൽകുകയോ എന്നതിൽ വ്യക്തതയില്ല. US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. അതേസമയം US ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള വിവരമനുസരിച്ച് നിലവിലെ പദ്ധതികൾ സൂചിപ്പിക്കുന്നത് കരയുദ്ധമെന്നത് പൂർണ്ണമായ അധിനിവേശമായിരിക്കില്ല, മറിച്ച് പ്രത്യേക ദൗത്യ സംഘവും കരസേനയും സംയുക്തമായുള്ള ഒരു ആക്രമണമായിരിക്കുമെന്നാണ്. നിലവിൽ കരസേനയുടെ സഹായമില്ലാതെ തന്നെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുമെന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വെള്ളിയാഴ്ച പറഞ്ഞിരുന്നു. എന്നാൽ പ്രസിഡന്റ് ട്രംപിന് സാധ്യമായ എല്ലാ സഹായങ്ങൾക്കും തയ്യാറെടുക്കേണ്ടതുണ്ട് എന്നും അടിയന്തര ഘട്ടങ്ങളിൽ പ്രസിഡന്റിന് പരമാവധി സാധ്യതകളും സാഹചര്യങ്ങളോട് പ്രതികരിക്കാനുള്ള പരമാവധി അവസരവും നൽകാൻ അമേരിക്കൻ സേന സജ്ജമായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുമ്പോഴും സംഘർഷം കൂടുതൽ സങ്കീർണമാക്കുന്ന സാഹചര്യങ്ങളിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസ് ലക്ഷ്യമാക്കി ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും വർഷിച്ചതോടെ പെന്റഗൺ കൂടുതൽ തയ്യാറെടുപ്പുകൾ നടത്തുന്നെന്നാണ് US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ആക്രമണത്തിൽ ചുരുങ്ങിയത് 10 US സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട്. യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂത്തികൾ കൂടി ഈ യുദ്ധത്തിലേക്ക് പ്രവേശിച്ചതും പ്രതിസന്ധി രൂക്ഷമാക്കിയിരിക്കുകയാണ്. എന്നാൽ ഇറാന്റെ മണ്ണിൽ പാദം വയ്ക്കുന്ന ഏതൊരു അമേരിക്കൻ സൈനികനും ശവപ്പെട്ടിയിൽ മടങ്ങേണ്ടി വരുമെന്ന കടുത്ത മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പ്രമുഖ ഇറാനിയൻ ദിനപത്രമായ ടെഹ്റാൻ ടൈംസ്. നരകത്തിലേക്ക് സ്വാഗതം. ഈ ഒരു തലക്കെട്ടോടെ 1-ാം പേജിൽ നൽകിയ വാർത്തയിലൂടെയാണ് അമേരിക്കയുടെ സൈനിക നീക്കങ്ങൾക്കെതിരെ ഇറാൻ രംഗത്തെത്തിയത്. അമേരിക്കൻ സൈന്യം ഇറാനിൽ പ്രവേശിച്ചാൽ യമനിലെ ഹൂത്തി സഖ്യകക്ഷികളെ ഉപയോഗിച്ച് ചെങ്കടലിലെ കപ്പലുകൾക്ക് നേരെ വീണ്ടും ആക്രമണം തുടങ്ങുമെന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി. ഇറാൻ തീരത്തെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഗാർഗ് ദ്വീപിന് സമീപം സൈനികരെ വിന്യസിക്കാനാണ് ഇറാൻ പദ്ധതിയിടുന്നത്.
ഇറാനെതിരായ പോരാട്ടത്തിൽ കരസേനയെ ഉപയോഗിക്കാൻ ഉദ്ദേശമില്ല എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പലതവണ പറഞ്ഞതാണ്. സംഘർഷം അവസാനിപ്പിക്കാൻ ഇറാൻ അമേരിക്കയുമായി സമാധാന ചർച്ചകൾക്ക് തയ്യാറാകണമെന്നും ട്രംപ് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നതിനിടെയാണ് ഈ ഒരു സൈനിക വിന്യാസം. ഇത് പ്രദേശത്തെ US സൈനികരുടെ എണ്ണത്തിൽ വലിയ വർധനവിന് കാരണമാകും. എന്നാൽ സൈന്യത്തെ എവിടെയാണ് വിന്യസിക്കുന്നത് എന്ന് കൃത്യമായി വ്യക്തമല്ല. ഗാർഗ് ദ്വീപിൽ ആയിരിക്കുമെന്നാണ് വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനിലെ ഊർജ പ്ലാന്റുകൾ 10 ദിവസത്തേക്ക് കൂടി ആക്രമിക്കില്ല എന്ന നിലപാടിലാണ് ട്രംപ്. 7 ദിവസത്തേക്ക് താൽക്കാലികമായി നിർത്തിവെക്കണമെന്നാണ് ഇറാൻ അഭ്യർത്ഥിച്ചതെന്നും എന്നാൽ താൻ 10 ദിവസം നൽകുകയായിരുന്നുവെന്നുമാണ് ട്രംപ് അവകാശപ്പെട്ടത്. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ വളരെ നന്നായി നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. ഇതിനിടെ ഇസ്രായേലിലേക്ക് അത്യാധുനിക സൈനിക സന്നാഹങ്ങളുമായി അമേരിക്കൻ വ്യോമസേനയുടെ കരുത്തൻ വിമാനങ്ങൾ പറന്നിറങ്ങുന്നതുമായ റിപ്പോർട്ടുകളുണ്ട്. US വ്യോമസേനയുടെ പക്കലുള്ള ഏറ്റവും വലിയ ഹെവി ലിഫ്റ്റ് ട്രാൻസ്പോർട്ട് വിമാനങ്ങളിൽ ഒന്നാണ് സിസ ഗ്ലോബ് മാസ്റ്റർ. ഇസ്രായേലിന്റെ പ്രതിരോധ കവചം ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ വമ്പൻ നീക്കങ്ങളാണ് പെന്റഗൺ നടത്തുന്നതെന്നാണ് സൂചനകൾ. ഇറാനിൽ നിന്നുള്ള ബാലിസ്റ്റിക് മിസൈൽ ഭീഷണി നേരിടാൻ ഇസ്രായേലിനെ സജ്ജമാക്കുക എന്നതാണ് ഈ ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇതിനായി പ്രധാനമായും 2 കാര്യങ്ങളാണ് സിസ വഴി എത്തിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച മിസൈൽ വേദ സംവിധാനങ്ങളിലൊന്നായ ടാഡ് പ്രവർത്തിക്കാൻ ആവശ്യമായ കൂട്ടർ റഡാറുകളും ലോഞ്ചറുകളും സിസ വിമാനങ്ങൾക്ക് മാത്രമേ വേഗത്തിൽ എത്തിക്കാനാവൂ. അതാണ് ഒരെണ്ണം ചെയ്തിരിക്കുന്നത്. മറ്റത് പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തിക്കാൻ വൈവിധ്യമുള്ള 100ഓളം അമേരിക്കൻ സൈനികരും ഈ വിമാനത്തിൽ എത്തിയതായാണ് സൂചന. ഇത് മേഖലയിലെ സംഘർഷത്തിൽ അമേരിക്ക നേരിട്ട് ഇടപെടുന്നതിന്റെ ശക്തമായ സന്ദേശമാണ് ഇറാന് നൽകുന്നത്. അതേസമയം അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ ആരംഭിച്ച യുദ്ധം ലോകത്തേക്ക് അടുത്ത ഊർജ പ്രതിസന്ധിയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. 3-4 ആഴ്ചകൾക്ക് മാത്രം നീണ്ടു നിൽക്കുമെന്ന് US പ്രഖ്യാപിച്ച യുദ്ധം മാസം 1 പിന്നിടുമ്പോഴും ശമനമില്ലാതെ തുടരുകയാണ്. ഏതെങ്കിലും രീതിയിലുള്ള ഒരു കരാറുണ്ടാക്കി യുദ്ധത്തിൽ നിന്ന് തലയൂരുക, അല്ലെങ്കിൽ നീണ്ടതും രക്തരൂക്ഷിതവുമായ മറ്റൊരാക്രമണ വഴി തിരഞ്ഞെടുക്കുക. രണ്ടിലേത് തിരഞ്ഞെടുക്കുമെന്ന തൃശങ്കൂലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉള്ളത് എന്നാണ് അന്താരാഷ്ട്ര യുദ്ധ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഈ യുദ്ധം ഒരു വലിയ വിജയത്തോടെ ആയിരിക്കില്ല, മറിച്ച് ഒരു നിശബ്ദതയോടെ അവസാനിക്കാനാണ് സാധ്യത എന്നാണ് CNN ഒരു വിശകലന റിപ്പോർട്ടിൽ പറയുന്നത്. തന്റെ മുൻഗാമികളായ പല പ്രസിഡന്റുമാരെയും പോലെ ട്രംപും ഒരു കെണിയിൽ വീണു. വേഗത്തിൽ നടപ്പാകുന്ന ഒരു സൈനിക നടപടിയിലൂടെ ശാശ്വതമായ രാഷ്ട്രീയ മാറ്റം കൊണ്ടുവരാമെന്ന മിഥ്യാബോധമാണ് ട്രംപിനെയും കെണിയിൽ വീഴ്ത്തിയത്. എന്നാൽ യുദ്ധവും സമാധാനവും ഒരിക്കലും അത്ര എളുപ്പമല്ല. ട്രംപ് തന്റെ ചർച്ചകൾക്ക് പുരോഗതി കൈവരിക്കാൻ കൂടുതൽ സമയം നൽകിയിരിക്കുകയാണ്. സാധാരണ സംഘർഷങ്ങൾ അവസാനിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ യുദ്ധം എത്തിച്ചേരാൻ സാധ്യതയേറുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പരമോന്നത നേതാവിനെയും സൈനിക നേതൃത്വത്തെയും ഒന്നടങ്കം തുടച്ചു നീക്കിയാണ് USഉം ഇസ്രായേലും ഇറാനെതിരായ യുദ്ധത്തിന് തുടക്കമിട്ടത്. എങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രതിരോധ ശേഷി ഇറാൻ വീണ്ടെടുത്തു. ഡൊണാൾഡ് ട്രംപ് ബെഞ്ചമിൻ നെതന്യാഹുവും കരുതിയതിനും കൂടുതൽ പ്രതിരോധ ശേഷിയുള്ളതും വിനാശകരവുമാണ് എന്ന് തെളിയിച്ച ഒരു എതിരാളിയാണ് തങ്ങൾ നേരിടുന്നതെന്ന് USഉം ഇസ്രായേലും മനസ്സിലാക്കി. അമേരിക്കയുടെ ടോമോഹോക്കുകളുടെയും ബങ്കർ ബസ്റ്ററുകളുടെയും ആക്രമണങ്ങളുടെയിലും കുറഞ്ഞ വിലയുള്ള മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇറാൻ പ്രതിരോധം തീർക്കുകയും ഹോർമൂസ് കടലിടുക്ക് തടഞ്ഞുകൊണ്ട് ലോകത്തിന്റെ ഊർജ്ജ വിതരണത്തിൽ പിടിമുറുക്കുകയും ചെയ്തു. എണ്ണവില 40% കുതിച്ചതോടെയാണ് ട്രംപിനൊടുവിൽ ചർച്ചയിലേക്ക് തിരിയേണ്ടി വന്നത്.